അലൈക്കും. എല്ലാവരും സഹായിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ അൻഅംത ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. മാഷാ അല്ലാഹ്. നിങ്ങൾ കണ്ടെന്നറിയില്ല, എവിടെയും ഞരമ്പ് കിട്ടാനില്ലാത്തത് കൊണ്ട് എല്ലാ സ്ഥലത്തും തുളച്ചു. അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ കഴിയാതെ ഇപ്പം നെഞ്ചിൻ്റെ ഇവിടെ തുളച്ച് ഈ ട്യൂബ് ഇവിടേക്കാണ് വരുന്നത്. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, എനിക്ക് കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിലൂടെയാണ് ഇഞ്ചക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇഞ്ചക്ഷൻ ഇട്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. മജ്ജ മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രയാസം ഈ പൊന്നുമോനുണ്ടാവും. ഞാൻ ഈ മോനുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ലോകം കാണേണ്ട, നമ്മളെ മക്കളെ പോലെ നിൽക്കേണ്ട ഒരു കുട്ടിയാണ്. നമ്മൾ തട്ടിക്കളയാൻ പാടില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ കുട്ടി രണ്ടാമത്തെ കുട്ടിയാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് RCCയിൽ ട്രീറ്റ്മെൻറ്റിലാണ്. എൻ്റെ കുട്ടി വേദനയായിട്ട് കാര്യം ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എൻ്റെ കുട്ടിങ്ങനെ ഞങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഉള്ളതൊക്കെ എടുത്ത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിയുന്ന സഹായം എൻ്റെ കുട്ടിയെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിയുന്ന സഹായം തരണം. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുട്ടി ആരോഗ്യത്തോടും ആരോഗ്യത്തോടുകൂടി ആയുസോട് കൂടി എൻ്റെ കുട്ടി ജീവിതത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറയണം, എങ്ങനെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ഞാനുള്ളത് മിംസ് ഹോസ്പിറ്റലിലാണ്. പ്രിയപ്പെട്ട അൻസിൽ മോൻ പാലക്കാട് ജില്ലയിലെ തൃക്കരടി പഞ്ചായത്തിലെ വീരമംഗലത്ത് പുത്തൂർ തൊടിയിൽ താമസിക്കുന്ന അബ്ദുൽ ഖാദർക്കായുടെ പ്രിയപ്പെട്ട മകൻ. 5 വയസ്സ് മാത്രം പ്രായമുള്ള, 2 വർഷമായി ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് RCCയിലായിരുന്നു, തിരുവനന്തപുരം RCCയിലായിരുന്നു. വല്ലാത്ത പ്രയാസത്തിൽ നീങ്ങി അവിടെ നിന്ന് വീട്ടിലെത്തി വീണ്ടും അസുഖം മൂർച്ഛിച്ച് അവിടെ ചികിത്സയില്ല. അടിയന്തരമായി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മജ്ജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് അവസാനം 3 മാസമായി മിംസ് ഹോസ്പിറ്റലിലാണ്. ഇവിടെ നിന്ന് പലപ്പോഴും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പുറത്ത് ചെറിയ കുടിസ് റൂമിലാണ് ഈ കുടുംബം താമസിച്ച്. ഇപ്പം പനിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നേരെ തിരിച്ചിങ്ങോട്ട് വരും. വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ പൊന്നുമോനുള്ളത്. സ്കൂളിൽ പോകണം, പിന്നെ മദ്രസയിൽ പോകണം അല്ലേ? പുതിയ ബാഗൊക്കെ ഇട്ട് പോണ്ടേ? എല്ലാ കുട്ടികളായിട്ട് പോണ്ടേ അല്ലേ? ശരിയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുന്ന സമയത്തുമൊക്കെ ഈ പൊന്നുമോൻ ആഗ്രഹിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരു പ്രവാസി 2 വർഷമായി ഇവിടെ എത്തിയിട്ട് പിന്നെ അസുഖം വന്ന് ഈ മോൻ്റെ ചില കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു നിലക്കും മാർഗമില്ല. ആരോട് പറയണം, എന്ത് പറയണം എന്നറിയില്ല. വലിയ ഒരു തുകയാണ് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട്. ടൈഗർ. ഇതോ ബഫൂണാ? ഇതെന്താ? ഇതാ? ഇതെന്താ? ക്യാമൽ. ഇത് ജിറാഫ്. വെരി ഗുഡ്. എല്ലാവരും സഹായിക്കട്ടോ. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു പൈസയല്ല, 60 ലക്ഷം രൂപയുടെ വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നിങ്ങളെ പ്രതീക്ഷയോടുകൂടി, നിങ്ങളെ കണ്ടുകൊണ്ട്, ഒരു കുട്ടിയുടെ ജീവൻ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. 60 ലക്ഷം രൂപയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഹൈ ഡോസ് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ഡോസ് കൊടുത്തിട്ടാണ് ഇപ്പം ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ഡോസ് കൊടുക്കണം, കീമോതെറാപ്പി കൊടുക്കണം, ഹൈ ഡോസ് ഇമ്മ്യൂണോ തെറാപ്പി കൊടുക്കണം, മജ്ജ മാറ്റിക്കണം. കുറഞ്ഞ ദിവസവും വലിയ പണവും ആവശ്യമുള്ളതാണ്. എനിക്ക് പറ്റിയ ഒരു 60 ലക്ഷം രൂപ ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യം നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ, പടച്ചവൻ്റെ നാമത്തിൽ, കേശവൻ ഡോക്ടർ എഴുതിയിട്ടുള്ള മെഡിക്കൽ എസ്റ്റിമേറ്റ് മോനെ സഹായിക്കണം. നമ്മളല്ലാതെ ഈ കുട്ടിക്ക് ഇനി ആരുമില്ല. തട്ടിക്കളയാൻ പാടില്ല. എല്ലാ വീഡിയോയും പോലെ നിങ്ങൾ കാണരുത്. പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള ആളുകൾ ഒന്ന് ഏറ്റെടുക്കണം. എല്ലാവരും സഹായിക്കട്ടോ. ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട ലോകസഭാ അംഗം ജനനായകൻ VK ശ്രീകണ്ഠൻ സാർ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടി തൃക്കരടി പഞ്ചായത്തിലെ വീരമംഗലം സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട അൻസിൽ 5 വയസ്സ് പ്രായമാണുള്ളത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരമായ ഒരവസ്ഥയാണുള്ളത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ വലിയ സാമ്പത്തിക ചെലവ്, ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക്
നിർധനരായ ഈ കുടുംബത്തിന് മറ്റൊരു മാർഗവും ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുടുംബത്തിൻ്റെ ആശ്രയമായ 5 വയസ്സുകാരനായ അൻസിലിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹായം വേണമെന്ന് വിനയപൂർവ്വം ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും, ജനപ്രതികളും പോലീസും അതേപോലെ തന്നെ നാട്ടുകാരും ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ട അൻസിൽ മോന് വേണ്ടി വീരമംഗലം, ഞാൻ ഒരിക്കലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വീരമംഗലത്തെ പ്രിയപ്പെട്ട നന്മയുള്ള മനസ്സുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, ചെറുപ്പുളശ്ശേരിയിലെ പ്രവാസികൾ, തൃക്കടേരിയിലെ പഞ്ചായത്തിലെ പ്രവാസികൾ, പാലക്കാട് ജില്ലയിലെ പ്രവാസികളും സാധാരണക്കാരും ഏറ്റെടുത്താൽ വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. 60 ലക്ഷം രൂപയാണ് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്. എന്നെ പ്രതീക്ഷയോടുകൂടി നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ കമ്മിറ്റിയുടെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷയാണ്. എൻ്റെയും ജനങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ എവിടെയോ കിടക്കുന്ന, ലോകത്തിൻ്റെ എവിടെയോ കിടക്കുന്ന കാരുണ്യ മനസ്സുകളിലാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ, ഈ സങ്കടം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു 10 രൂപയെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. കാരണം ഒരാളെ കയ്യിലും പൈസയില്ല, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, എല്ലാവരും പാവപ്പെട്ടവരാണ്. പക്ഷേ നിങ്ങളൊരു 10 രൂപ അൻസിൽ മോൻ എന്ന് പറയുന്ന 5 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കുമെങ്കിൽ നിങ്ങൾ ഉപേക്ഷ വരുത്തരുത്. ഒരു ചായക്ക് മാറ്റിവെക്കുന്ന പണം നിങ്ങളെല്ലാവരും നൽകിക്കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. നിങ്ങളിത് തട്ടിക്കളയാൻ പാടില്ല എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ തൃക്കടേരി പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ അൻസിൽ മോൻ്റെ ചികിത്സയ്ക്കായി വലിയൊരു തുകയാണ് ആവശ്യമുള്ളത്. മുന്നോട്ട് പോകണമെങ്കിൽ വളരെ എല്ലാവരുടെയും നന്മ നിറഞ്ഞ ഒരു സഹായം തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട നാട്ടുകാരുടെയും അതുപോലെ ഓരോ നല്ല മനസ്സുകളുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ചെറുപ്പുളശ്ശേരിയിലെ പ്രൊബേഷണറി സബ് ഇൻസ്പെക്ടറായ ബിനു മോഹനാണ്. തീർച്ചയായിട്ടും നമുക്ക് കുട്ടിയെ നമുക്ക് ആവാവുന്ന സഹായം ചെയ്തു കൊടുക്കണം. എല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് അവർക്ക് മാക്സിമം ഫണ്ട് കിട്ടാനുള്ള നടപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വീരമംഗലം മഹല്ല് ഖാളി ഉമർ സഖാഫി. ഈ നാടിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ചെറുപ്രായമുള്ള ഒരു കുട്ടി വലിയ ഒരു മാരകമായ രോഗത്തിനടിമപ്പെട്ട് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. ഭീമമായ ഒരു സംഖ്യ ആ കുട്ടിയുടെ ചികിത്സാവശ്യാർത്ഥം ആവശ്യമുള്ളത് കൊണ്ട് ഈ കുടുംബത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാമവാസികളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും അവർ ഇതുവരെയുള്ള സാഹചര്യത്തിൽ അവരാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ചികിത്സയ്ക്ക് നാട്ടുകാരായ എല്ലാ നല്ല സുമനസ്സുകളുടെയും സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒത്തുകൂടി ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ വാതിലുകളും അടഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രിയപ്പെട്ട ആരും കാണാത്ത ആളുകൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരുമാനപ്രകാരം ഗൂഗിൾ പേ ട്രാൻസ്ഫറുകൾക്ക് പരിധി നിശ്ചയിച്ചതിനാൽ പ്രിയപ്പെട്ടവരെ, ഗൂഗിൾ പേ ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടും. നിങ്ങൾ അത് ഒഴിവാക്കി പരമാവധി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് അയക്കാനുള്ള ശ്രമം ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.